എംപിമാരുടെ പരസ്യ പ്രസ്താവന തടയാൻ കെപിസിസി ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് എംപിമാർ പ്രഖ്യാപിക്കുന്നത് തടയും. എംപിമാർ സ്വയം പിന്മാറ്റം നടത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തും. പരസ്യ പ്രസ്താവന നടത്തുന്നവർക്ക് താക്കീത് നൽകും. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, കടിഞ്ഞാണിടുകയാണോ നേതാക്കൾക്ക് കെപിസിസി? വിവരങ്ങൾ. ധന്യ, കെപിസിസി നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് എംപിമാർ പ്രഖ്യാപിക്കുന്നത് തടയാൻ തന്നെയാണ് ഇപ്പോൾ കെപിസിസിയുടെ തീരുമാനം. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം പരസ്യമായി എംപിമാർ പ്രകടിപ്പിച്ചതോടെയാണ് നേതൃത്വം നേരത്തെ തന്നെ പരുങ്ങലിലായിട്ടുണ്ട്. സിറ്റിംഗ് എംപിമാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിച്ചേക്കാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശശി തരൂർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന തോൽവി, അതോടൊപ്പം തന്നെ നിയമസഭയിൽ മത്സരിച്ച് സർക്കാരിന്റെ ഭാഗമാകാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ, ഇങ്ങനെ രണ്ട് കാരണങ്ങളാണ് സിറ്റിംഗ് എംപിമാരിൽ പലരും മനംമാറ്റത്തിന് കാരണമായത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ സജീവമാവുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് പുറത്ത് സ്വീകാര്യത കൂടുകയും ചെയ്യുന്നത് എംപിമാരുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, അടൂർ പ്രകാശ്, ടി.എൻ. പ്രതാപൻ തുടങ്ങിയവർക്ക് നിയമസഭയിലേക്കാണ് കണ്ണ്. അത് മറയില്ലാതെ തന്നെ അവർ പറയുന്നുമുണ്ട്. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് പരിശ്രമമെന്നും എംപിമാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിച്ചേക്കാമെന്നും ശശി തരൂർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന ശശി തരൂരിന്റെ പ്രഖ്യാപനവും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ പരസ്യ പ്രസ്താവന നടക്കുന്നവർക്കെതിരെ താക്കീത് നൽകുമെന്നാണ് ഇന്നത്തെ യോഗം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഫണ്ട് സമാഹരണത്തിനുള്ള ഒരു ചലഞ്ച് 138 രൂപ വീതം സമാഹരിക്കാനും കെപിസിസി തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 137 രൂപ ചലഞ്ചിൽ പിരിഞ്ഞത് 6 കോടിയാണെന്നും ഇന്നത്തെ യോഗത്തിൽ പറയുകയും ചെയ്തു. ഫണ്ട് പിരിവിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല എന്നും നേതൃത്വം പറയുകയും ചെയ്തു. എന്തായാലും കെപിസിസി ഭാരവാഹി യോഗത്തിലാണ് ഇത്തരത്തിൽ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തത്. ധന്യ. നന്ദി നന്ദൻ. ഇടവേള.